ഇവിടെ ആവശ്യപ്പെടും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധമാണ് എന്ന്. പക്ഷേ സ്വാഭാവികമാണ്, UDF അതിനെ എതിർക്കും, LDF അതിനെ എതിർക്കും. സർക്കാരെങ്ങാനും അവിടെ അവിചാരിതമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നതിന് കൂട്ടുനിന്നാൽ LDF UDFനെയും എതിർക്കും. സർക്കാരിന്റെ മേൽ കുതിര കയറാൻ പ്രതിപക്ഷവും വരും ഇവിടെ. അപ്പോൾ ഒരു വെട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ. ഇതിന്റെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മഞ്ജുഷേ. ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന 150 വർഷം പഴക്കമുള്ള 1.5 നൂറ്റാണ്ട് വർഷം പഴക്കമുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആവേശകരമായ ആ ദേശീയ ഗീതം മുഴുവനായി പാടുന്നതിൽ കേരളത്തിന് എതിർപ്പ് എന്ന ആ ഒരു സന്ദേശം ഈ രാജ്യം മുഴുവനും പരക്കുമ്പോൾ, ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളും കൂടെയാണ്. ഇതാണോ നിങ്ങളുടെ സംസ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ട്, ഇതാണ് സംസാരം. ഞാൻ മഞ്ജുഷിനോട് വീണ്ടും പറയുകയാണ്, ഇവിടെ ഇരുന്ന് വീണ്ടും പറയുകയാണ്, മുസ്ലിം ലീഗിൽ നല്ല ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഈ ചർച്ച കാണുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇങ്ങനെയുള്ളവരെ ചർച്ചയ്ക്ക് വിടരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. എത്ര അന്തസ്സായിട്ട് വന്നിരുന്ന് അവരുടെ രാഷ്ട്രീയം പറയുകയും ശക്തമായി വിമർശിക്കുകയും വളരെ അന്തസ്സായി പോവുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് മുസ്ലിം ലീഗില് ഇവിടെ. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന. പക്ഷേ ഒരു ചർച്ച തുടങ്ങുന്ന നിമിഷം തന്നെ ഈ രീതിയിലുള്ള പ്രയോഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് എന്താ ഇതൊക്കെ മഞ്ജുഷേ? അതിന് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ മഞ്ജുഷ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല എന്നുള്ളത്. രാജ്യത്തിനെ പിളർന്നവരാണ് നിങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കെന്ന് 47 ലാഹോറിലേക്ക് ട്രെയിൻ കിട്ടാതെ ഇവിടെ കുടുങ്ങിപ്പോയവരാണ് നിങ്ങൾ. ശരി, അവസാനിപ്പിക്കും. ശരി, സിബി